സ്ക്രീം 7 അഥവാ ഏഴാമത്തെ നിലവിളി. ഞാനിവിടെ കോഴിക്കോട് ഗോകുലം എന്നാണ് കണ്ടത്. ആക്ച്വലി കോഴിക്കോട് ക്രൗണിൽ കാണാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ക്രൗണിൽ ഷോ ഉണ്ടായിരുന്നത് അവർ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ നേരെ ഗോകുലം മോളിൽ പോയി. തിയേറ്ററിലാകെ 3 പേരെ ഉണ്ടായിട്ടുള്ളൂ ആക്ച്വലി. ഞാനും പിന്നെ വേറെ 2 കപ്പിൾസും. സോ മൂവിയെ പറ്റി പറയാനാണെങ്കിൽ സ്ക്രീം 6-ലുണ്ടായിരുന്ന എല്ലാ ആക്ടേഴ്സും ഇതിലില്ല. ജെന്ന ഓർട്ടേഗയുടെ ടാര കാർപ്പൻറ്റർ, മെലീസ ബെറേറയുടെ സാം കാർപ്പൻറ്റർ, ഈ 2 കഥാപാത്രങ്ങൾ ഇതിൽ മിസ്സിംഗ് ആണ്. ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഈ മെലീസ ബെറേറ പലസ്തീനെ പറ്റിയിട്ട് എന്തോ ഒരു ട്വീറ്റ് എന്തോ ഉണ്ടെന്നോ അതിൻ്റെ പേരിൽ പുറത്തായതൊക്കെയാണ്. എനിക്കറിയില്ല, അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. എനിവേ ഈ 7ലേക്ക് വരികയാണെങ്കിൽ ഇത് ഡയറക്റ്റ് ചെയ്തത് സാം വില്യംസ് എന്ന് പറഞ്ഞ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഥ എഴുതിയതും. സോ 7ലേക്ക് വരികയാണെങ്കിൽ ഇപ്രാവശ്യം സിഡ്നിയുടെ ഫാമിലിയിലേക്ക് കില്ലർ വരുന്നതും പിന്നെ നടക്കുന്ന കാര്യങ്ങളുമാണ്. ഇപ്രാവശ്യം സിഡ്നിയുടെ മോളായിട്ട് ഒരു ആക്ട്രസ് ഉണ്ട്, ഇസബെല്ല മേ. അഭിനയൊക്കെ ഭയങ്കര മോശമായിരുന്നു. അവളുടെ ഫ്രണ്ടായിട്ട് നമ്മളുടെ ഒരു ചൈൽഡ് ആക്ട്രസ് ഉണ്ട്, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, മെക്കന്ന ഗ്രേസ് എന്നാണ് പേര്. അതാണ് അവളുടെ ഫ്രണ്ടായിട്ട് ഈ സിനിമയിൽ വരുന്നത്. അവളെ സത്യം പറയാൻ മെയിൻ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എനിക്ക് തോന്നിപ്പോയി. എനിവേ അത്യാവശ്യം നല്ല മൂവിയാണ്. നമ്മളൊരു സ്ക്രീം ഫ്രാഞ്ചൈസിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നോ അതൊക്കെ ഇതിലുണ്ട്. പിന്നെ എന്താ പറയുക വെച്ചാൽ, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ തുടക്കത്തിലൊരു 15 മിനിറ്റ് സ്റ്റോറിയിൽ റിലേറ്റഡ് അല്ലാത്തൊരു സീൻ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു കപ്പിൾസ് സ്ക്രീം കഥകളൊക്കെ നടക്കുന്ന ഒരു വീടുണ്ടല്ലോ, ആ വീട് ഒരു മ്യൂസിയം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ആ വീട്ടിലേക്ക് ഈ കപ്പിൾസ് ഒരു നൈറ്റ് താമസിക്കാൻ പോകുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു 15 മിനിറ്റ് റിലേറ്റഡ് ടു നോട്ട് റിലേറ്റഡ് ടു സ്റ്റോറി എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് ഐ തിങ്ക് ഈ ഒരു ഹോൾ മൂവിയേക്കാൾ ഒരു 15 മിനിറ്റ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, പറഞ്ഞേ പറ്റുള്ളൂ. അത്യാവശ്യം നന്നായി തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാട്ടിൽ വരിക വെച്ചാൽ, ഇതിൻ്റെ ഡൗൺഫോൾ എവിടെ വെച്ചാൽ ചില ആക്ടേഴ്സിനൊക്കെ അഭിനയം ഭയങ്കര ബോറിംഗ് ആയി തോന്നി. സ്ഥിരമായിട്ട് നമ്മൾ കണ്ടിരുന്ന ഈ കോർട്ട്നി കോക്സോ അല്ലെങ്കിൽ നെയ്വ് ക്യാമ്പലിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഒന്നും അഭിനയമല്ല. ഐ മീൻ പുതിയ വന്ന ഒരുപാട് യങ് ആക്ടേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ അഭിനയം ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു സ്ക്രീം മൂവിയിൽ എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതൊക്കെ ഇതിലുണ്ട്. നല്ല വയലൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല ജംപ് സ്കെയർ ഉണ്ട്, പ്ലോട്ട് ട്വിസ്റ്റ്, അതായത് ആരാണ് കില്ലർ എന്നുള്ളതൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു മൂവി തന്നെയാണ്. പക്ഷേ തിയേറ്റർ വാച്ച് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു തുടക്കത്തിൽ ഒരു 15 മിനിറ്റ് നോട്ട് റിലേറ്റഡ് ടു ദി സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു കഥ കാണിക്കുന്നുണ്ട്. ആ ഒരു കഥയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ സിനിമക്ക് പോകാന്നല്ലാതെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഒരു ഹോൾ മൂവി ഒരു നമ്മൾ തിയേറ്ററിൽ കാണാൻ മാത്രം ഒന്നുമില്ല. അത് സത്യം പറഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ എത്തിയപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. കാരണം അതായത് ഫസ്റ്റ് ഡേ ഈവനിങ് 6:00 ഷോക്ക് കയറിയപ്പോൾ 3 ആൾക്കാരാണ് ഉണ്ടായെന്ന് പറഞ്ഞത് ഞാൻ. അപ്പോഴേ എനിക്ക് തോന്നി, ഞാൻ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെ ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. എന്നിട്ടും തിയേറ്ററിൽ അത്യാവശ്യം ആളുണ്ടായിരുന്നു. ഇത് ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. അത്യാവശ്യം പ്രൊമോട്ട് ചെയ്യാത്തോണ്ട് ഇറക്കാത്തതാണോ എന്നല്ല. കാരണം ഈ 90s തുടങ്ങിയ ഫ്രാഞ്ചൈസിയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ എനിവേ ഈ ഒരു മൂവി ഞാൻ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നിർബന്ധിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്ര വലിയ ബിഗ് അല്ല ഈ സിനിമ. ജസ്റ്റ് മീഡിയോക്കർ സ്ലാഷർ മൂവി ആയിപ്പോയി ഒതുങ്ങിപ്പോയി, അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ ഒരു റീസെൻറ്റ് ഇയേഴ്സിൽ ഇറങ്ങുന്ന ഒരു സ്ലാഷർ മൂവീസ് എന്താണ് ഇതിൽ പുതുമ കൊണ്ടുവരുന്നത് വെച്ചാൽ ഒന്നുമില്ല. സ്ക്രീൻ നമ്മൾ ഫ്രാഞ്ചൈസിയിൽ എന്താണ് കാണുന്നത് അത് തന്നെ കുറച്ചും കൂടി ഒരു ബിലോ ആവറേജ് ആയിട്ട് അവതരിപ്പിച്ച് സിനിമയാണെന്ന് ഞാൻ പറയേണ്ടി വരും. അപ്പാർട്ട് ഫ്രം ഞാൻ പിന്നെയും പറയുന്നു, തുടക്കത്തിൽ ആ ഒരു 15 മിനിറ്റുള്ള സ്റ്റോറി അത് മാത്രം നന്നായിട്ടുണ്ട്. പിന്നെ എന്തോ എഐനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഐ മീൻ 2026 ആണല്ലോ. സോ അതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു റിലേറ്റഡ് കണ്ടന്റ് കൊണ്ടുവരുന്ന വെച്ചിട്ടൊക്കെ ആയിരിക്കും എഐ ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ 1 മണിക്കൂർ 54 മിനിറ്റുള്ള ഒരു ബിലോ ആവറേജ് ഫൺ റൈഡ് അങ്ങനെ പറയാം എനിക്കിതിന്. പിന്നെ ഒരു ക്രെഡിറ്റ് സീൻ ഉണ്ട്. ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ ക്രെഡിറ്റ് സീൻ ഉണ്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത് കണ്ടോക്കി. ഞാൻ കാണേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് എണിച്ച് പോകാൻ സിനിമ കഴിഞ്ഞാൽ ആ സ്റ്റോറിയിൽ അടുത്ത പാർട്ടിലൊക്കെ ഒന്നും കാണിക്കാൻ പോകുന്നില്ല. സോ താങ്ക് യു എവരി വൺ. ഈ ഒരു സിനിമ നിങ്ങൾ OTT ഒക്കെ വന്നിട്ട് പതുക്കെ കണ്ടാൽ മതി. അപ്പോൾ ബൈ.